ക്രിസ്തയേശുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹമുണ്ട്. വളരെയധികം സന്തോഷത്തോടുകൂടെയാകുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. കാരണം കുറച്ചാഴ്ചകളായി നമ്മുടെ സഭകളിൽ സൺഡേ സ്കൂൾ പഠനം നടക്കാതിരിക്കുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ സാഹചര്യത്തിലാകുന്നു ലൂഥർ സൺഡേ സ്കൂൾ സമാജം ഒരു ഓൺലൈൻ സൺഡേ സ്കൂൾ നടത്തുവാൻ തീരുമാനിക്കുകയും പ്രാർത്ഥനയോടുകൂടെ ഇന്നേ ദിവസം അതിന്റെ ആരംഭം കുറിക്കുകയും ചെയ്യുന്നത്. ഈ സൺഡേ സ്കൂൾ പഠനത്തിൽ നമ്മുടെ സഭകളുടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെ പോലെ തന്നെയാകുന്നു ഈ ഓൺലൈൻ സൺഡേ സ്കൂളും ക്രമീകരിച്ചിട്ടുള്ളത്. LKG മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളും 25 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും പഠിക്കുവാൻ തരത്തിലാകുന്നു ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ എല്ലാ കുഞ്ഞുങ്ങളും ഈ വചന പഠനത്തിൽ പങ്കാളിയാവുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ തന്നെ സഭയിലെ പുരോഹിതന്മാരും നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകന്മാരും അധ്യാപികമാരും അതോടൊപ്പം മറ്റ് വിശ്വാസികളും ചേർത്ത് ഒരുമിച്ചാകുന്നു ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓരോ ആഴ്ചയിൽ നിങ്ങൾ കാണുന്നത് വ്യത്യസ്തമായ അധ്യാപകരുടെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എല്ലാവരും ഓരോ ദിവസത്തെ ക്ലാസ്സുകളും ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ച് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ നോട്ട്സുകളൊക്കെയും തയ്യാറാക്കുമല്ലോ. ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതാത് ക്ലാസ്സിന്റെ നോട്ട്സുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകും. ഈ വർഷത്തെ നമ്മുടെ സൺഡേ സ്കൂൾ ഓൺലൈൻ പഠനത്തെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ അവസാന പരീക്ഷ, സർക്കിൾ തല പരീക്ഷ, അതോടൊപ്പം സർക്കിൾ കലാമത്സരങ്ങളൊക്കെയും നടത്തപ്പെടുന്നത്. ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾക്ക് ശേഷം നമ്മുടെ തന്നെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ സഭകളുടെ ഒരു പ്രോഗ്രാം, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാം നമുക്ക് ആസ്വദിക്കുവാനും കാണുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കുമല്ലോ. വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാകുന്നു ഈ ഒരു ഓൺലൈൻ ക്ലാസ് നാം ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാകുന്നു. അതോടൊപ്പം ഇന്നേ ദിവസം മുതൽ ആരംഭിക്കുന്ന ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷിക്കുന്നു. 2020 വർഷത്തിലെ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠനം പ്രാർത്ഥനയോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെയും പ്രിയങ്കരനായിരിക്കുന്ന കൺകോർഡിയ തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പൽ ആയിരുന്ന റവറൻഡ് DV ബർണാഡ് അച്ഛനാകുന്നു. അച്ഛനെ നമുക്ക് ആദരപൂർവ്വം ഈ ഉദ്ഘാടന ശുശ്രൂഷയിലേക്ക് നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാം. തുടർന്ന് അച്ഛന്റെ ഉദ്ഘാടനത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നാം ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കും. പ്രാർത്ഥനയോടുകൂടെ വചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വചനം പഠിച്ച് ക്രിസ്തുവിൽ വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നന്മ ഉള്ള മക്കളായി തീരണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് 1780 റോബർട്ട് റെയ്ക്സ് ഇംഗ്ലണ്ടിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷം വരെയും IHC തലത്തിലും സിനഡ് സർക്കിൾ തലത്തിലും മനോഹരമായ രീതിയിൽ നമ്മുടെ സൺഡേ സ്കൂൾ പഠനങ്ങൾ നടന്നു എന്നത് സന്തോഷകരമായ കാര്യം. എന്നാൽ ഇന്നത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. COVID-19 എന്ന മഹാമാരി മുഖേന നമ്മുടെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ പഠനങ്ങളൊന്നും ശരിയായ രീതി നടക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ലൂഥർഗിരി സർക്കിൾ തലത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ ഭാരവാഹികൾ ഓൺലൈനിലൂടെ സൺഡേ സ്കൂൾ പാഠങ്ങൾ തയ്യാറാക്കി നിങ്ങളെ അതിൽ പങ്കുചേർക്കുന്നത്. ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാം പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും
അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന രക്ഷകർത്താക്കൾക്കും എൻ്റെ എല്ലാവിധമായ സ്നേഹ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഈ വർഷത്തെ നമ്മുടെ സർക്കിൾ തല സൺഡേ സ്കൂൾ പഠനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സഭയെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു. 2020-21 വർഷത്തിലെ സൺഡേ സ്കൂൾ പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുന്നു. ഓൺലൈനിലൂടെ നടത്തുന്ന ഈ പഠനം ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ അവർ കൃപ ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ വെടിതിരി കത്തിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഹായ്, സൺഡേ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം ഇന്ന് നിങ്ങളോട് കൂടെ സൺഡേ സ്കൂളിൻ്റെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന് പങ്കുചേരുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഠം നമുക്ക് പഠിക്കാം. ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് ഒരു പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രവചനങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആരാണ് പ്രവാചകൻ എന്നറിയാമോ? ഒന്ന് ചിന്തിക്കാമോ? നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രവാചകന്റെ പേര് മീഖ എന്നാണ്. അപ്പോൾ മീഖ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മീഖ പ്രവാചകൻ ആരായിരുന്നു? അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകിയത്? ആരോടാണ് അദ്ദേഹം തന്റെ പ്രവചനങ്ങളെ പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രവചനങ്ങൾ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പടിപടിയായി ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് മീഖ ആരായിരുന്നു എന്നുള്ളതാണ്. മീഖ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ഹു ഈസ് ലൈക്ക് യാവേ എന്നാണ്. ഹു ഈസ് ലൈക്ക് യാവേ, യഹോവയെ പോലെയുള്ളവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി ഇദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്ന് നോക്കണ്ടേ. ഇദ്ദേഹം ജനിച്ച സ്ഥലത്തിന്റെ പേരാണ് മൊരേശേത്ത്. എന്താണ്? മറന്നുപോകാൻ പാടില്ല. മീഖ ജനിച്ച സ്ഥലത്തിന്റെ പേര് മൊരേശേത്ത്. ഈ മൊരേശേത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? യെരൂശലേമിന് 25 കിലോമീറ്റർ തെക്ക് മാറിയുള്ള ഒരു സ്ഥലം. മാത്രമല്ല ഫെലിസ്ത്യരുടെ സ്ഥലമായ ഗത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് മൊരേശേത്ത് എന്ന് പറയുന്ന ഗ്രാമം. ഇതേ ഗ്രാമീണനായ ഒരു പ്രവാചകൻ എന്നാണ് പൊതുവായി അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അതിനപ്പുറമായിട്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരാണെന്നോ, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആരായിരുന്നെന്നോ, അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നെന്നോ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം യെശയ്യാവ് അതുപോലെ തന്നെ ഹോശേയ എന്നീ പ്രവാചകന്മാരുടെ സമകാലീനനായിരുന്നു എന്നാണ്. യെശയ്യാവ്, ഹോശേയ എന്നീ പ്രവാചകന്മാരുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്നെയാണ് മീഖ പ്രവാചകൻ ജീവിച്ചിരുന്ന് തന്റെ ശുശ്രൂഷ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്തത് എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് മീഖ പ്രവാചകൻ ആരായിരുന്നു എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം.
മീഖാ പ്രവാചകൻ ഏത് സാഹചര്യത്തിലായിരുന്നു പ്രവചനങ്ങളെ നടത്തിയത് എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ കാണുന്നതായ കാര്യം. യഹൂദ, ഇസ്രായേൽ എന്ന പേരിൽ 2 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ രാജ്യങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. ആദ്യം ഒന്നായിട്ട് ഒറ്റ ഇസ്രായേൽ രാജ്യമായിരുന്നത് 2ആയി പിരിഞ്ഞതാണ് യഹൂദ, ഇസ്രായേൽ എന്നീ 2 ദേശങ്ങൾ. ഈ 2 രാജ്യങ്ങളിലും പാർത്തിരുന്ന ആളുകൾ ദൈവത്തിന്റെ സ്വന്തം ജനം എന്നറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനത അല്ലെങ്കിൽ യഹൂദ ജനത തന്നെയായിരുന്നു. ഇപ്പോ ഇസ്രായേലിന് ഒരു പ്രത്യേക തലസ്ഥാനം ഉണ്ട്, അത് ശമരിയ ആണ്. യഹൂദയ്ക്ക് മറ്റൊരു തലസ്ഥാനമുണ്ട്, അത് യെരൂശലേം ആണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ദേശം BC 721 മുതൽ അശൂർ രാജ്യത്തിന്റെ കീഴിൽ അടിമത്വത്തിൽ അല്ലെങ്കിൽ പ്രവാസത്തിൽ ആയിരുന്നു. അതേസമയം യഹൂദ ദേശത്തിന് രാജാക്കന്മാരും ഭരണവും ഉണ്ടായിരുന്നു. യഹൂദ ദേശത്തിൽ യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മീഖാ തന്റെ പ്രവചന ശുശ്രൂഷ ചെയ്തു. ആരൊക്കെയാണ്? യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? യോഥാമും ഹിസ്കിയാവും നല്ല രാജാക്കന്മാരായിരുന്നു. എന്നാൽ ആഹാസ് വളരെ മോശമായ ഒരു രാജാവായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഇവിടെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മീഖാ പ്രവചനം നടത്തുന്നതായ കാലഘട്ടത്തിൽ നാട്ടിൽ വളരെയേറെ മോശമായ ഒരു ജീവിത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല യെരൂശലേമിലാണെങ്കിൽ വളരെ മോശമായ ഒരു സാഹചര്യവും അവിടെ വളരെയേറെ അഴിമതി നടക്കുന്നതായ ഒരു ഘട്ടം. അതേസമയത്ത് നീതിയും ന്യായവും ഒക്കെ അട്ടിമറിക്കപ്പെട്ടു പോയ ഒരു കാലഘട്ടം. അതിന് തുല്യമായിട്ട് നമ്മൾ മറുവശത്ത് നോക്കുമ്പോൾ ശമരിയ പട്ടണത്തിലാണെങ്കിൽ, ശബരിയിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വിഗ്രഹാരാധന കൊണ്ട് പട്ടണം നിറഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യം. ഇങ്ങനെ ശബരിയിലെ വിഗ്രഹാരാധനയും യെരൂശലേമിലെ അനീതിയും കാരണം ദൈവം ഇസ്രായേലിനും അതുപോലെ തന്നെ യഹൂദ ദേശത്തിനും നേരെ ന്യായവിധി നടത്തുന്നു എന്നുള്ള കാര്യമാണ് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ മീഖാ പ്രവാചകൻ നൽകിക്കൊണ്ടിരിക്കുന്ന ശക്തമായ സന്ദേശം. ജനങ്ങൾ എല്ലാവരും തന്നെ നീതിയും ന്യായവും കാത്തു സൂക്ഷിക്കണമെന്നും അതുപോലെ തന്നെ അവർ കരുണ കാണിക്കണമെന്നുമുള്ള സന്ദേശം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, അദ്ദേഹം കേൾപ്പിൽ എന്നുള്ള വാക്ക് 9 തവണ ആവർത്തിച്ച് ഈ പ്രവചനത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇസ്രായേൽ യഹൂദ്യ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ഇടയിൽ ബഹുവിധമായ തിന്മകൾ അന്ന് കണ്ടുവന്നിരുന്നു. വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം, പീഡനം, അക്രമം, കള്ളപ്രവാചകന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അധിപതികൾ പലവിധമായ തിന്മകൾ ചെയ്യുക, പ്രവാചകന്മാരുടെ അഴിമതി, പുരോഹിതന്മാരുടെ അഴിമതി, കൈക്കൂലി, വഞ്ചന തുടങ്ങിയ ഒരുപാട് തരത്തിലുള്ള തെറ്റുകൾ അന്ന് യഹൂദ ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പ്രധാനമായിട്ട് കാരണക്കാരായിരുന്നത് അധികാരികളും സമൂഹത്തിലെ ഉന്നതന്മാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ എന്നിവർക്കെതിരായിട്ടും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കെതിരായിട്ടും ഒരുപോലെ ശബ്ദം ഉയർത്തുകയും അവരോട് തന്റെ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് മീഖാ എന്ന ശ്രേഷ്ഠനായ പ്രവാചകൻ. അപ്പോൾ മീഖാ പ്രവാചകന്റെ ഈ ചിന്തകളുടെ ഒരു വളരെ കേന്ദ്രമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ കാണുന്നത്? ഇതിന്റെ
അല്ലെങ്കിൽ മീഖാ പ്രവചന പുസ്തകത്തിന്റെ രത്ന ചുരുക്കമായിരിക്കുന്ന വാക്യമാണ് 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഈ വാക്യത്തിലൂടെ പറയുന്ന പ്രധാനപ്പെട്ട ഈ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ കാലത്തുമുള്ള ദൈവത്തിൻ്റെ മക്കൾ പ്രമാണിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം ആണ്. അപ്പോൾ ഇവിടെ ഇതുവരെയും നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തം അവരെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ്, അവർക്ക് ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി കൊടുക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശം. എന്നാൽ ഈ സന്ദേശം മാത്രമല്ല മീഖ കൊടുത്തത്. മീഖയുടെ സന്ദേശത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മിശിഹായെ കുറിച്ചുള്ള സന്ദേശമാണ്. മിശിഹായെ കുറിച്ച് അല്ലെങ്കിൽ വരുവാൻ പോകുന്ന രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശവും മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മീഖ വളരെ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ തന്റെ സന്ദേശത്തിലൂടെ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് മീഖയുടെ പ്രവചനത്തിൽ തന്നെ നമ്മൾ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണും, യേശു ജനിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ മിശിഹ ജനിക്കുവാൻ പോകുന്നത് ബെത്ലഹേമിൽ ആണ് എന്ന്. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിന്റെ 12, 13 എന്നീ വാക്യങ്ങളിൽ മിശിഹ ലോകത്തിന്റെ മുഴുവനും അധിപതിയായി മാറും എന്നുള്ള കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മിശിഹയെക്കുറിച്ചുള്ള മിശിഹയുടെ സമ്പൂർണമായ അധികാരത്തെ കാണിക്കുന്നതായ ഒരു സന്ദേശവും നമുക്ക് 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ വരുവാൻ പോകുന്ന രക്ഷകനായ മിശിഹയെക്കുറിച്ചുള്ള സന്ദേശവും കൂടെ ചേർന്നതാണ് ആരുടെ പ്രവചനം? മീഖയുടെ പ്രവചനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മീഖ പ്രവാചകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഭരണത്തെക്കുറിച്ച് ആണ്. അല്ലെങ്കിൽ ഒരു ദൈവിക ഭരണം ഉണ്ടാകും എന്ന് വളരെ ശക്തമായിട്ട് പ്രവാചകൻ പറഞ്ഞു. ആരാണ്? ഏത് പ്രവാചകനാണ് പറഞ്ഞത്? ഏത് പ്രവാചകനാണ്? മീഖ പ്രവാചകൻ പറഞ്ഞു. നമ്മൾ മീഖയുടെ പ്രവചന പുസ്തകം പഠിക്കുന്ന സമയത്ത് അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ഭരണ കേന്ദ്രം യെരൂശലേം ആയിരിക്കുമെന്ന് 4-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ഭരണകേന്ദ്രം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭരണകേന്ദ്രം ഏതായിരിക്കും? യെരൂശലേം ആയിരിക്കുമെന്ന് ആണ് 4-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളിൽ ദൈവ ഭരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ലൗകികമായ ഒരു വിസ്തൃതിയെക്കുറിച്ച്, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ദൈവഭരണം എന്ന് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 3-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്, അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് സമാധാനമായിരിക്കുമെന്ന് 3-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തെയും സമൃദ്ധിയെയും കുറിച്ച് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നത് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. അതുപോലെ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ച് പറയും. ദൈവരാജ്യത്തിൻ്റെ നീതിയെ അടിസ്ഥാനമായിട്ടുള്ളതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മീഖ പ്രവചനത്തിന്റെ 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലായി ദൈവിക ഭരണത്തെക്കുറിച്ച്, വരുവാനിരിക്കുന്ന ദൈവിക ഭരണത്തെക്കുറിച്ചും ദൈവിക ഭരണത്തിന്റെ 5 പ്രത്യേകതകളെക്കുറിച്ചും പ്രവാചകൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മുടെ ഈ വിഷയത്തിന്റെ അവസാനത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവജനത്തിന് ഒരു ശേഷിപ്പ് രക്ഷിക്കപ്പെടും എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടത് പ്രധാനമായിട്ട് എന്താണ്? പാപം നിമിത്തം ദൈവം ഇസ്രായേൽ യഹൂദ ജനത്തെ ശിക്ഷിക്കും എന്നാണല്ലേ. അപ്പോൾ ശിക്ഷിക്കും എന്ന് പറഞ്ഞ ദൈവം തന്നെ പ്രവാചകനിലൂടെ സംസാരിക്കുന്നത്
മിശിഹയെക്കുറിച്ചും മിശിഹയിലൂടെ വരുന്നതായ നന്മകളെക്കുറിച്ചും ഒക്കെയാണ്. അതോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പാപനിമിത്തം ദൈവം ശിക്ഷിക്കുമ്പോഴും ദൈവം കുറെ ആളുകളെ ഒരു ശേഷിപ്പായി തനിക്ക് വേണ്ടി രക്ഷിച്ച് കാത്തുസൂക്ഷിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ന്യായവിധി മാത്രമല്ല, ശിക്ഷാവിധി മാത്രമല്ല, രക്ഷയുടെ സന്ദേശവും കൂടെ ചേർന്നതാണ് ആരുടെ പ്രവചനം? മീഖായുടെ പ്രവചനം. അല്ലെങ്കിൽ മീഖായിലൂടെ, മീഖ എന്ന പ്രവാചകനിലൂടെ ദൈവം ലോകത്തോട് പറഞ്ഞതായ ഈ പ്രവചനത്തിന്റെ കേന്ദ്രമായ വിഷയം എന്ന് പറയുന്നത്, ദൈവം പാപത്തിന് ശിക്ഷാവിധി നൽകുന്നു എങ്കിലും ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും രക്ഷിക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഒരു മനോഹരമായ പ്രത്യാശ നിറഞ്ഞതായ ഒരു സന്ദേശം കൂടെയാണ്. ദൈവജനത്തിന്റെ ഒരു ശേഷിപ്പ് ഭാവി രക്ഷ പ്രാപിക്കും എന്ന് മീഖ പ്രവചനത്തിൽ 2-ാം അധ്യായം 12-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അതുപോലെ 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എന്നീ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളൊക്കെ വായിച്ചു നോക്കണേ. വായിച്ചു നോക്കുമോ എല്ലാവരും? തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ വായിച്ചു നോക്കണം. അപ്പോൾ ഈ ഭാഗങ്ങൾ ഞാൻ ഓരോ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച വചനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി ശരിയായി മനസ്സിലാക്കി ഈ മീഖ പ്രവചനത്തെക്കുറിച്ചും പ്രവാചകനിലൂടെ ലഭിച്ച സന്ദേശത്തെക്കുറിച്ചും നന്നായി ഗ്രഹിക്കണം, പഠിക്കണം. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആ 10 വയസ്സിന് താഴോട്ടും 60 വയസ്സിന് മുകളിലോട്ടുമുള്ളവർ പുറത്തിറങ്ങാനേ പാടില്ല. അമ്മ പറഞ്ഞു തന്ന ഒരു കൊച്ചു മോണാറ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ അഥവാ COVID-19 എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള എൻ്റെ കൊച്ചു മോണാറ്റൊന്ന് കണ്ടു നോക്കൂ. അമ്മേ അമ്മേ, ഇനി മുതൽ നമുക്ക് സ്കൂളിൽ പോണ്ടല്ലോ. ഇതെന്താ, ഇന്ന് മാർച്ച് ആയതല്ലേ ഉള്ളൂ, അവധിയാ? അതെ അമ്മേ, എന്തോ കൊറോണയോ വൈറസോ എന്നൊക്കെ സാറ് പറഞ്ഞു. എന്റെ ദൈവമേ, ഇതെന്താ കേക്കണേ? ദേ ഇങ്ങോട്ടൊന്ന് വന്നേ, മോള് പറയുന്നത് കേട്ടോ? കേട്ടു. കൊറോണ ഇപ്പോ ലോകം മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. അയ്യോ, അച്ഛൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ വെറുതെയാ, നിങ്ങൾ ആ വാർത്ത നിട്ടേ. ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ ഇപ്പോൾ കേരളത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പേർ മരിക്കുകയും ആശുപത്രികളിൽ സ്ഥലമില്ലാതിരിക്കുകയും ചെയ്തതിനാൽ ആരോഗ്യവകുപ്പ് പറയുന്നത് അനുസരിക്കുക. കൈകൾ കൃത്യമായും കഴുകുക, സോപ്പുകൾ ഉപയോഗിച്ച്. സാമൂഹ്യ അകലങ്ങൾ പാലിക്കുക, മാസ്കുകൾ ധരിക്കുക. അയ്യോ, ഇനി പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണോ? ഡി പെണ്ണെ, നിനക്ക് 10 വയസ്സല്ലേ ആയോളൂ, പുറത്തിറങ്ങാനേ പാടില്ല നിനക്ക്. 10 വയസ്സിന് താഴോട്ടും 60 വയസ്സിന് മുകളിലോട്ടുമുള്ളവർ പുറത്തിറങ്ങാനേ പാടില്ല. അയ്യോ, ഇനി മരിക്കുന്നടാ നല്ലത്, ഇതൊന്നും കാണാൻ വയ്യേ. അമ്മ ഇങ്ങനൊന്നും പറയരുത്, ഗവൺമെന്റ് പറയുന്നത് അനുസരിക്ക. അച്ഛാ, നാളെയല്ലേ സ്കൂൾ തുറക്കുന്നേ, എന്താ പുതിയതൊന്നും വാങ്ങാത്തേ? മോളെ, ഇനി മുതൽ നിങ്ങൾ വീട്ടിലിരുന്നാ പഠിക്കുക, ഓൺലൈൻ ക്ലാസ് ടിവിയിലൂടെ. അയ്യോ, പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്ന രേഷ്മയ്ക്കും അനന്തുവിനും TV ഇല്ലല്ലോ. അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തിരിക്കും. ചേച്ചി ചേച്ചി ബാ, ഓൺലൈൻ ക്ലാസ് തുടങ്ങി, അമ്മയും വന്നിരിക്കൂ. മക്കളെ, നല്ലതുപോലെ പഠിക്കണം, മാസ്ക് കൃത്യമായി ധരിക്കണം, കൃഷികളൊക്കെ ശീലിക്കണം. അയ്യേ, മാസ്ക് അല്ല മാസ്ക്. ടീ പെണ്ണെ, കളിയാക്കാതിരുന്നേ. ഈ ജനങ്ങളെന്നാ ഒന്നും അനുസരിക്കാത്തേ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനൊക്കെ പറയുന്നത്. അച്ഛാ, അമ്മേ, വാ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം കൊറോണയ്ക്കെതിരെ. മാസ്ക് ധരിക്കും, സാമൂഹിക അകലം പാലിക്കും, കൃത്യമായി സോപ്പുകൾ ഉപയോഗിച്ച് കൈകൾ കഴുകും.
അതുമാത്രമല്ല, പുറത്തു നിന്ന് ആളുകൾ വന്നാൽ അവരെ കഴിവതും കയറ്റാതിരിക്കുക. സാനിറ്റൈസർ അവർക്ക് നൽകുക. കൂടുതലും യാത്രകൾ ഒഴിവാക്കുക. നമുക്ക് അകലം പാലിച്ച് ഒരു മനസ്സോടെ ലോകത്തെ രക്ഷിക്കാം. ശരി അമ്മേ, ശരി അച്ഛാ. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും പാഠങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചല്ല? ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ആർക്കെങ്കിലും പറയാമോ? നമ്മളിന്ന് പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ പഠിച്ച്, പിന്നെ മനഃപാഠ വാക്യങ്ങൾ പഠിച്ച്, പാട്ടുകൾ പഠിച്ച്, വേറെ പിന്നെ നമ്മൾ പഠിച്ച മനഃപാഠ വാക്യം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജോൺ ഒന്ന് പറഞ്ഞാണോ? ശരി, കൊള്ളാം, ജോൺ പറഞ്ഞോ. ഇനി വേറെ ആർക്ക് പറയാം? നിങ്ങളെല്ലാവരും മനഃപാഠം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും നല്ലതുപോലെ മനസ്സിലായില്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ ചോദിച്ച് അത് നല്ലതുപോലെ പഠിക്കണം. ശരി, ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിക്കുന്നതിനായിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി നിൽക്കണം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവം ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ അങ്ങയുടെ വചനത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ഉത്സാഹത്തെ തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് കർത്താവെ വിവിധ ഭവനങ്ങളിലെ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓൺലൈൻ വഴി സൺഡേ സ്കൂൾ പാഠങ്ങളായി ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ മേലിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുവാൻ ദൈവം കൃപ കാണിക്കണമേ. ദൈവമേ, അത് ഞങ്ങളുടെ ഭാവി വളർച്ചയ്ക്കും ഒരുപാട് നന്മയായി തീരുവാൻ ദൈവം കൃപയോടെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് ദൈവവചനം പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു, അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ അങ്ങ് അവർക്ക് ജ്ഞാനവും വിവേകവും കൊടുത്തുവല്ലോ, സ്തോത്രം. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങൾക്കിന്ന് ഇങ്ങനെ ബൈബിൾ പഠനത്തിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്ന സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. പ്രത്യേകമായിട്ട് ഇതിൻ്റെ പ്രൊമോട്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല കൃപകളെ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും പ്രാർത്ഥനയോടുകൂടെ തന്നെ സമർപ്പിക്കട്ടെ. ശേഷിക്കുന്ന സമയങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങൾ ഇനിയും ഇതുപോലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയം വരെ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ എല്ലാവരുടെ മേലും ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അടികൾ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോട് അവരോട് വിശേഷം പ്രാർത്ഥിച്ച അനേക കാര്യങ്ങളോട്, ഞങ്ങളുടെ സൺഡേ സ്കൂളിനോട്, ഞങ്ങളുടെ അധ്യാപകരോട്, ഇതിൻ്റെ പ്രവർത്തകരോട് സർവ്വസമയവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. இயேசுவுக்கு நன்றி சொன்னாயா, இயேசுவுக்கு நன்றி சொன்னாயா.